ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് രൂപങ്ങളുടെ ചുറ്റളവ് കണ്ടെത്തുന്നത് എങ്ങനെ എന്നതാണ്, അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടെത്തുന്നത് എങ്ങനെ എന്നതാണ്. 4-ാം ക്ലാസ്സിൽ തുടങ്ങി LSS പരീക്ഷ, USS പരീക്ഷ, PSC പരീക്ഷകൾക്കൊക്കെ തന്നെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചുറ്റളവ് കണ്ടെത്തുക അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടെത്തുക എന്നത്. 4-ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലൂടെ ചുറ്റളവ് കണ്ടെത്തുന്നത് എങ്ങനെ എന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. വീഡിയോ കണ്ട് ചുറ്റളവ് കാണുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവസാനമായി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇവിടെ തന്നിട്ടുള്ളത് 5 വശങ്ങളുള്ള ഒരു പഞ്ചഭുജത്തിൻ്റെ ചിത്രമാണ്. ഇതിൻ്റെ ചുറ്റളവ് കണ്ടെത്തുന്നതിന് ചുറ്റുമുള്ള എല്ലാ അളവുകളും ഒരുമിച്ച് കൂട്ടുകയാണ് വേണ്ടത്. മുകളിലായി 4 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. പിന്നീട് 3 സെൻറ്റിമീറ്റർ ഉണ്ട്. വശങ്ങളിലായി 6 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും ഉണ്ട്. അതിൻ്റെ കൂടെ താഴെയായി 5 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഈ പഞ്ചഭുജത്തിൻ്റെ ചുറ്റളവ് 25 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. അടുത്തതായി ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്താം. ത്രികോണത്തിൻ്റെ വശങ്ങളിലായി 7 സെൻറ്റിമീറ്റർ വീതവും താഴെയായി 5 സെൻറ്റിമീറ്ററുമാണ് തന്നിട്ടുള്ളത്. അവ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് 19 സെൻറ്റിമീറ്റർ ആണ് ആ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായി കാണുന്ന രൂപം ഒരു ചതുരത്തിൻ്റെതാണ്. അതിൻ്റെ 2 വശങ്ങളിൽ മാത്രമേ സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുള്ളൂ. മുകളിലായി 9 സെൻറ്റിമീറ്ററും ഇടതുഭാഗത്തായി 4 സെൻറ്റിമീറ്ററും നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ചതുരത്തിൻ്റെ 2 വശങ്ങൾക്കും ഒരേ അളവ് തന്നെയാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും. നീളമെന്നാൽ വലത്തോട്ടോ ഇടത്തോട്ടോ വരയ്ക്ക് നമുക്ക് നീളം എന്ന് പറയാം. അത് ഒരു വശം മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റൊരു വശവും കൂടെ താഴെയായിട്ട് ഉണ്ട് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. മുകളിലോട്ടോ താഴോട്ടോ വരയ്ക്കുന്ന വരയെ നമുക്ക് വീതി എന്ന് പറയാം. അതും ഒരു വശത്തിൻ്റെ അളവ് മാത്രമായിരിക്കും ചതുരത്തിൽ തരുന്നത്. അതുപോലെ മറ്റൊരു വശവും കൂടെ എതിരായിട്ട് വരുന്നുണ്ട് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയണം. ഇടതുഭാഗത്തുള്ള അളവാണെങ്കിൽ അതേ അളവുള്ള വലതുഭാഗത്തുള്ള ഒരു വശമുണ്ട് എന്ന കാര്യം തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു വശം മാത്രമേ നമുക്ക് സൂചനയിൽ തരുകയുള്ളൂ. അതുപോലെ തന്നെ മുകളിലായിട്ട് നീളം തന്നിട്ടുണ്ടെങ്കിൽ താഴെ അതുപോലെ തന്നെയാണ് നീളം വരുന്നത് എന്ന കാര്യവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവ ഒരുമിച്ച് കൂട്ടിയാൽ നമുക്ക് ചുറ്റളവ് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ 4 കൂട്ടണം 9 കൂട്ടണം 4 കൂട്ടണം 9 സമം 26 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ 4 കൂട്ടണം 9 13, 13നോട് വീണ്ടും ഒരു 13 കൂട്ടുന്ന സമയത്ത് 26 എന്ന് കിട്ടും. അതുമല്ലെങ്കിൽ നീളം കൂട്ടണം വീതി. ഇവിടെ നീളമായിട്ട് 9 ഉണ്ട്, വീതിയായിട്ട് 4 ഉണ്ട്. അവ ഒരുമിച്ച് കൂട്ടിയ ശേഷം 2 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് 26 എന്ന് അതിൻ്റെ ചുറ്റളവ് നമുക്ക് എഴുതാൻ പറ്റും. അടുത്തതായി 4-ാം ക്ലാസ്സിലെ പാഠഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം നോക്കാം. കുട്ടപ്പൻ്റെ നെൽവയൽ. അവിടെ വയലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വീതിയായി 50 മീറ്ററാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നീളം 80 മീറ്ററുമാണ്. ചോദ്യം ഇങ്ങനെയാണ്: കുട്ടപ്പൻ്റെ നെൽവയൽ ചതുരാകൃതിയിലാണ്. അയാൾ എന്നും രാവിലെ വയലിന് ചുറ്റും നടന്ന് കൃഷി നോക്കിക്കാണാറുണ്ട്. ഒരു പ്രാവശ്യം നടന്ന് നടത്തം ആരംഭിച്ച സ്ഥലത്ത് തിരിച്ചെത്തുമ്പോൾ അയാൾ എത്ര മീറ്റർ നടന്നിട്ടുണ്ടാവും എന്നതാണ് ചോദ്യം. ഇവിടെ നീളമായി കൊടുത്തിട്ടുള്ളത് 80 മീറ്ററും വീതിയായി കൊടുത്തിട്ടുള്ളത് 50 മീറ്ററുമാണ്. അവ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നീളവും വീതിയും 130 മീറ്റർ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 260 മീറ്റർ ആണ് കുട്ടപ്പൻ വയലിന് ചുറ്റും നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം നോക്കാം. തോട്ടത്തിനൊരു കമ്പിവേലി. സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിന് കമ്പിവേലി കെട്ടണം. ചതുരാകൃതിയിലുള്ള വെണ്ടത്തോട്ടത്തിനും സമചതുരാകൃതിയിലുള്ള ചീരത്തോട്ടത്തിനുമാണ് വേലി കെട്ടേണ്ടത്. ചോദ്യം ഇതാണ്: 1 മീറ്റർ നീളത്തിൽ കമ്പി കെട്ടാൻ 20 രൂപ ചെലവ് വരുമെങ്കിൽ ഒരു വരി കമ്പി കെട്ടാൻ എത്ര രൂപ ചെലവ് വരും എന്നതാണ് ചോദ്യം. ഇവിടെ
വെണ്ടത്തോട്ടത്തിൻ്റെ ചുറ്റളവ് കാണാൻ പറയുന്നുണ്ട്. വെണ്ടത്തോട്ടത്തിൻ്റെ വീതി 5 മീറ്ററും നീളം 7 മീറ്ററുമാണ്. അവ ഒരുമിച്ച് കൂട്ടി 2 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 24 മീറ്ററാണ് എന്ന് എഴുതാൻ പറ്റും. അടുത്തതായി ചീരത്തോട്ടത്തിൻ്റെ ചുറ്റളവാണ് കാണേണ്ടത്. ചീരത്തോട്ടത്തിൻ്റെത് നീളം മാത്രമാണ് തന്നിട്ടുള്ളത്, 4 മീറ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സൂചനയിൽ പറയുന്നുണ്ട് അതൊരു സമചതുരാകൃതിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ എല്ലാ വശവും തുല്യമായിരിക്കും. 4 മീറ്റർ തന്നെയാണ് എല്ലാ വശവും ഉണ്ടാകുന്നത്. അത് വേഗത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 വശവും 4 സെൻറ്റിമീറ്റർ ആണ്. 4നെ 4 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 16 മീറ്റർ ആണ് എന്ന് അവിടെ എഴുതാൻ പറ്റും. അടുത്തതായി പറയുന്നത് 2 തോട്ടങ്ങളുടെയും ആകെ ചുറ്റളവാണ് ചോദിക്കുന്നത്. വെണ്ടത്തോട്ടത്തിൻ്റേത് 24 മീറ്ററും ചീരത്തോട്ടത്തിൻ്റേത് 16 മീറ്ററുമാണ്. അവ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് 40 മീറ്ററാണ് വെണ്ടത്തോട്ടത്തിൻ്റെയും ചീരത്തോട്ടത്തിൻ്റെയും ആകെ ചുറ്റളവ് എന്ന് എഴുതാൻ പറ്റും. ഒരു വരി കമ്പി കെട്ടാനുള്ള ചെലവ് മനസ്സിലാക്കാൻ 1 മീറ്റർ നീളം കമ്പി കെട്ടാൻ 20 രൂപയാണ്. ആ 20നെ ചുറ്റളവ് കൊണ്ട് ഗുണിച്ചാൽ മതി. ആകെ ചുറ്റളവായിട്ട് കിട്ടിയിട്ടുള്ളത് 40 മീറ്ററാണ്. നമ്മൾ 20നെ 40 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 800 രൂപയാണ് ഒരു വരി കമ്പിവേലി കെട്ടാനുള്ള ചെലവ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം 5 വരി വേലിയാണ് കെട്ടുന്നതെങ്കിലോ എന്നതാണ്. ഒരു വരി കമ്പി കെട്ടുന്നതിന് 800 രൂപയാണ്. അങ്ങനെയെങ്കിൽ 5 വരി കെട്ടാൻ എത്ര രൂപയാവും എന്നതറിയാൻ 800നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 800നെ 5 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 4000 രൂപയാണ് 5 വരി വേലി കെട്ടുന്നതിനുള്ള രൂപ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായി ഒരു വലിയ ചതുരത്തെ 2 ചെറിയ ചതുരങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്. ചതുരത്തിൻ്റെ മുകളിലായി 10 സെൻറ്റിമീറ്റർ എന്നും വീതിയായി 4 സെൻറ്റിമീറ്റർ എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ പറയുന്ന സമയത്ത് ചുറ്റുള്ള അളവ് മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. നടുവിലായി ഒരു വര വരുന്നുണ്ട്. അതും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും. ചുറ്റളവ് എന്നാൽ ചുറ്റുള്ള അളവ് മാത്രമാണ്. ഇവിടെ മുകളിലായി 10 സെൻറ്റിമീറ്ററും വീതിയായിട്ട് 4 സെൻറ്റിമീറ്ററുമാണ് കൊടുത്തിട്ടുള്ളത്. 10ഉം 4ഉം കൂട്ടിയാൽ 14ആണ്. 14നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 28 സെൻറ്റിമീറ്ററാണ് ഈ വലിയ ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് പാഠഭാഗത്തുള്ള ഒരു ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററും വീതി 4 സെൻറ്റിമീറ്ററുമായാൽ ചുറ്റളവ് എത്ര എന്നതാണ് ചോദ്യം. നീളം 6 സെൻറ്റിമീറ്ററും വീതി 4 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. അത് ഒരുമിച്ച് കൂട്ടിയാൽ 10 സെൻറ്റിമീറ്ററാണ്. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 20 സെൻറ്റിമീറ്ററാണ് ആ ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വീതി എത്ര എന്നതാണ് ചോദ്യം. ചുറ്റളവ് 24 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നീളവും വീതിയും കാണാൻ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 24നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 12ആണ് ആ ചതുരത്തിൻ്റെ നീളവും വീതിയും എന്ന് തിരിച്ചറിയാൻ പറ്റും. അതിൽ നമുക്ക് നീളം തന്നിട്ടുണ്ട്. നീളം 8 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്നും 12ൽ നിന്നും 8 കുറയ്ക്കുന്ന സമയത്ത് 4 സെൻറ്റിമീറ്ററാണ് ആ ചതുരത്തിൻ്റെ വീതി എന്ന് തിരിച്ചറിയാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും കൂടി 14 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്ര എന്നതാണ് ചോദ്യം. നീളവും വീതിയും കൂട്ടിയ ശേഷം 2 കൊണ്ട് ഗുണിച്ചാൽ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാം എന്നത് നാം പഠിച്ച കാര്യമാണ്. ഇവിടെ നീളവും വീതിയും കൂടി 14 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 28 സെൻറ്റിമീറ്ററാണ് ആ ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് കണ്ടെത്താൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. 22 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള
ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ഏതൊക്കെയാവാം എന്നതാണ്. 22 സെൻറ്റിമീറ്റർ ചുറ്റളവായതുകൊണ്ട് ആ 22നെ 2 കൊണ്ട് ഹരിച്ചാൽ 11 സെൻറ്റിമീറ്ററാണ് ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും കൂട്ടിയാൽ എന്നത് മനസ്സിലാക്കാൻ പറ്റും. 2 സംഖ്യകൾ കൂട്ടിയാൽ 11 കിട്ടുന്ന എല്ലാ സംഖ്യകളും ഇതിൻ്റെ നീളവും വീതിയുമാക്കി നമുക്ക് എഴുതാൻ പറ്റും. 1ഉം 10ഉം കൂട്ടിയാൽ 11ആണ്. അപ്പം നീളം 10 എഴുതാം, വീതി 1 എഴുതാം. അതുപോലെ തന്നെ 9ഉം 2ഉം 11ആണ്. 9 നീളം എഴുതാം, 2 വീതി എഴുതാം. അങ്ങനെ 6ഉം 5ഉം കൂട്ടിയാൽ 11ആണ് കിട്ടുന്നത്. അത് നീളവും വീതിയുമായി മാറ്റി എഴുതാൻ പറ്റും. അങ്ങനെ 2 സംഖ്യകൾ കൂട്ടിയാൽ 11 കിട്ടുന്ന എല്ലാ സംഖ്യകളും നമുക്ക് ഇവിടെ നീളവും വീതിയുമായിട്ട് എഴുതാൻ പറ്റും. അടുത്ത പ്രവർത്തനം നോക്കാം. തിരിഞ്ഞും മറിഞ്ഞും 3 വശങ്ങളും 6 സെൻറ്റിമീറ്റർ വീതമായ വലിയ ത്രികോണം കണ്ടില്ലേ? ഇതിൻ്റെ ചുറ്റളവ് എത്ര സെൻറ്റിമീറ്റർ എന്നതാണ് ചോദ്യം. 3 വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണത്തിന് പറയുന്ന പേരാണ് സമഭുജ ത്രികോണം. 3 വശങ്ങളും തുല്യമാണ്. അങ്ങനെയെങ്കിൽ ചുറ്റളവ് കാണാൻ 3 കൊണ്ട് ഒരു വശത്തിലെ അളവിനെ ഗുണിച്ചാൽ മതി. ഇവിടെ ഒരു വശത്തിൻ്റെ അളവായിട്ട് പറയുന്നത് 6 ആണ്. 6നെ 3 കൊണ്ട് ഗുണിച്ചാൽ 18 സെൻറ്റിമീറ്റർ ആണ് ഈ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായി പറയുന്നത് ഇതിൻ്റെ വശങ്ങളുടെ നടുവിലായുള്ള 3 കുത്തുകൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം വരച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം സെൻറ്റിമീറ്റർ ആണ് ചോദിക്കുന്നത്. അതുപോലെ ചുറ്റളവും ചോദിക്കുന്നുണ്ട്. ഇവിടെ വലിയ ത്രികോണത്തിൻ്റെ ഒരു വശത്തുള്ള നടുവിലുള്ള പോയിന്റിൽ തൊട്ട് മറ്റൊരു വശത്തുള്ള നടുവിലേക്കാണ് വരച്ചിട്ടാണ് ഒരു ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഒരു സമഭുജ ത്രികോണമായിട്ടാണ് വരച്ചിട്ടുള്ളത്. വലിയ ത്രികോണത്തിൻ്റെ പകുതിയാണ് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവും ഒരു വശത്തിൻ്റെ അളവും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വലിയ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് 6 സെൻറ്റിമീറ്റർ ആണ്. ചുറ്റളവ് 18 സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ ചെറിയ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് 3 സെൻറ്റിമീറ്ററും അതിൻ്റെ ചുറ്റളവ് 9 സെൻറ്റിമീറ്ററുമാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമതു വരച്ച ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നടുവിൽ കുത്തുകളിട്ട് അവ യോജിപ്പിച്ചാണ് അതിനകത്തെ ത്രികോണം വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ചുറ്റളവും ചോദിക്കുന്നുണ്ട്. രണ്ടാമത് വരച്ച ത്രികോണത്തിൻ്റെ അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ ഉള്ളിലായി മൂന്നാമതൊരു ത്രികോണം വരച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത അതും സമഭുജ ത്രികോണമാണ്. രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയാണ് മൂന്നാമത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. അതുപോലെ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ പകുതിയാണ് മൂന്നാമത്തെ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവ്. രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവ് 3 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പകുതി എന്നാൽ 1.5 സെൻറ്റിമീറ്റർ ആണ്. 1.5 സെൻറ്റിമീറ്റർ എന്നാൽ 1 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. 10 മില്ലിമീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് 1.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും എന്ന് എഴുതിയാലും ശരിയാണ്. ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണാൻ വശത്തിൻ്റെ അളവിനെ 3 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. വശത്തിൻ്റെ അളവ് 1.5 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ ആണ്. അത് 3 കൊണ്ട് ഗുണിക്കാൻ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രയാസമാവും. അതുകൊണ്ട് അത് ഒരുമിച്ച് കൂട്ടുന്നതാണ് നല്ലത്. 1.5 3 തവണ എഴുതി കൂട്ടുന്നതാണ് നല്ലത്. 1.5ഉം 1.5ഉം 3 എന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് 1.5 സെൻറ്റിമീറ്ററോ 1.5 സെൻറ്റിമീറ്ററോ ആയി 3 സെൻറ്റിമീറ്റർ ആണ് ഒരു വശത്തിൻ്റെ അളവ് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അതിൻ്റെ കൂടെ ഒരു 1.5
സെന്റിമീറ്റർ കൂടെ കൂട്ടുന്ന സമയത്ത് 4 സെന്റിമീറ്ററും 5 മില്ലിമീറ്ററും ആയിരിക്കും അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ 4.5 സെന്റിമീറ്റർ ആണ് ചെറിയ ത്രികോണത്തിന്റെ ചുറ്റളവെന്ന് എഴുതാൻ പറ്റും. മുൻ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം കൂടെ പരിചയപ്പെടാം. ഈ രൂപത്തിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്നതായിരുന്നു ചോദ്യം. ഇവിടെ വലിയ ത്രികോണമായിട്ട് 1 ആണുള്ളത്. രണ്ടാമതായി അതിനേക്കാളും ചെറുതായിട്ടുള്ള 4 ത്രികോണങ്ങളുണ്ട്. മൂന്നാമതായി ഏറ്റവും ചെറുതായിട്ടുള്ള 4 ത്രികോണങ്ങളുമാണുള്ളത്. അങ്ങനെ 9 ത്രികോണങ്ങളാണ് ഈ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ആനിയുടെ കയ്യിൽ 24 സെന്റിമീറ്റർ നീളമുള്ള നൂൽക്കമ്പിയുണ്ട്. അത് ഉപയോഗിച്ച് അവൾക്ക് ഏതൊക്കെ അളവുകളിലുള്ള ചതുരം ഉണ്ടാക്കാൻ കഴിയും? ഇവിടെ പറയുന്ന ചതുരത്തിന്റെ ചുറ്റളവ് 24 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം 24 സെന്റിമീറ്റർ വലുപ്പമുള്ള കമ്പി കൊണ്ട് 24 സെന്റിമീറ്റർ ചുറ്റളവുള്ള ചതുരം മാത്രമേ നിർമ്മിക്കാൻ സാധിക്കൂ. അങ്ങനെയെങ്കിൽ അതിൻ്റെ നീളവും വീതിയും കണ്ടെത്താൻ 24നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 12 ആണ് ആ ചതുരത്തിൻ്റെ നീളവും വീതിയും വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ അതിൻ്റെ നീളവും വീതിയും ആവാൻ സാധ്യതയുള്ളത് 2 സംഖ്യകൾ കൂട്ടിയാൽ 12 കിട്ടുന്നതായിരിക്കും. 1ഉം 11ഉം 12 ആണ്, 10ഉം 2ഉം 12 ആണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സംഖ്യകളായിരിക്കും അതിൻ്റെ നീളവും വീതിയുമായിട്ട് വരുന്നത്. അടുത്തതായി പറയുന്നത് സമചതുരമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം എത്ര എന്നതാണ് ചോദ്യം. ഇവിടെ ചുറ്റളവ് 24 ആണ്. അങ്ങനെയെങ്കിൽ സമചതുരത്തിൻ്റെ വശം കിട്ടാൻ 24നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. സമചതുരം എന്നാൽ എല്ലാ വശവും തുല്യമാണ്. അങ്ങനെയെങ്കിൽ 24നെ 4 കൊണ്ട് ഹരിച്ചാൽ 6 സെന്റിമീറ്റർ ആണ് സമചതുരത്തിന്റെ ഒരു വശം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ മറ്റൊരു ചോദ്യം കൂടെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 24 സെന്റിമീറ്റർ കമ്പി കൊണ്ട് ഒരു സമഭുജ ത്രികോണമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു വശത്തിന്റെ നീളം എത്ര എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 24നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 24നെ 3 കൊണ്ട് ഹരിച്ചാൽ 8 സെന്റിമീറ്റർ ആയിരിക്കും ആ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ അളവ് എന്ന് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ ആകെ എത്ര ചതുരങ്ങളുണ്ട്? ഇവിടെ ഏറ്റവും വലുതായി ഒരു ചതുരമുണ്ട്. അതിൻ്റെ ചെറുതായിട്ടുള്ള മറ്റൊരു ചതുരമുണ്ട്. ഏകദേശം സമചതുരം പോലുള്ള ചെറിയ ചതുരമുണ്ട്. നീളത്തിലുള്ള 2 ചതുരങ്ങളുമുണ്ട്. അങ്ങനെ 5 ചതുരങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അടുത്തതായി ചോദിക്കുന്നത് ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട് എന്നതാണ്. ചെറിയ സമചതുരങ്ങളായി 3 എണ്ണവും വലിയ സമചതുരമായി 4 എണ്ണവും ആണുള്ളത്. ആകെ 7 സമചതുരങ്ങളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. അടുത്ത ചോദ്യം നോക്കാം. 10 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര എന്നതാണ്. 10 സെന്റിമീറ്റർ വശമാണ്, സമചതുരമാണ്. അങ്ങനെയെങ്കിൽ 10നെ 4 കൊണ്ട് ഗുണിച്ചാൽ 40 സെന്റിമീറ്റർ ആണ് ആ സമചതുരത്തിന്റെ ചുറ്റളവെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായ ചോദ്യം. ഈ സമചതുരത്തിന്റെ മധ്യഭാഗത്തിലൂടെ മുറിച്ച് 2 ചതുരമാക്കിയാൽ ഓരോ ചതുരത്തിന്റെയും ചുറ്റളവ് എത്ര എന്നതാണ് ചോദ്യം. ഇത് ഉത്തരം തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാരണം വലിയ ചതുരത്തിന്റെ ആ സമചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ ആണ്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 20 സെന്റിമീറ്റർ എന്ന രീതിയിൽ എഴുതാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ അത് തെറ്റാണ്. അവിടെ ചതുരത്തെ പകുതിയാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ പകുതിയാക്കുന്ന സമയത്ത് നീളമോ വീതിയോ പകുതിയായി മാറും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നീളവും വീതിയും കൂട്ടിയാൽ 15 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് 30 സെന്റിമീറ്റർ ആണ് നമ്മൾ മുറിച്ച് പകുതിയാക്കിയ 2 ചതുരത്തിൻ്റെയും ചുറ്റളവ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഉത്തരം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. 50 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു ടൈലിന് 100 രൂപ ആണെങ്കിൽ വശങ്ങളുടെ നീളം ഇരട്ടിയായ ടൈലിന്
എത്ര രൂപ കൊടുക്കണം? ഉത്തരം അടുത്ത കണക്ക് വീഡിയോയിൽ പറയുന്നതായിരിക്കും.